അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാൻ മാസം സമഗതമാകുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു വെക്കപ്പെടും. ആ മാസം മുഴുവൻ അങ്ങനെ തന്നെ ആ വാതിലുകൾ തുറന്നു തന്നെ കിടക്കും. ഈ മാസം വലിയ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും നരക വിമോചനത്തിന്റെയും മഹത്തായ മാസമാണ് എന്നും അതുകൊണ്ട് നിങ്ങൾ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടിക്കൊണ്ട് ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് സ്വർഗം നമ്മോട് പറയുന്നത് പോലെയാണത്. ഈ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുന്നു, അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സ്വർഗം പറയും, അന്നപാനീയങ്ങളും വികാരങ്ങളും ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല നോമ്പ്, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ അവയവങ്ങളെ സൂക്ഷിക്കുക, നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക, നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ കാതുകളെ സൂക്ഷിക്കുക, നിങ്ങൾ മനുഷ്യരോട് നല്ല നിലയിൽ പെരുമാറുക. ഇത് കേട്ടുകൊണ്ട് മനുഷ്യൻ പരദൂഷണം പറയാതെ, കള്ളം പറയാതെ, ഹറാമുകൾ കാണാതെ, അശ്ലീലങ്ങൾ കേൾക്കാതെ നോമ്പനുഷ്ഠിക്കാൻ ശീലിക്കുന്നു. ഈ പരിശീലനം നേടിക്കൊണ്ട് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മനുഷ്യൻ വീണ്ടും സ്വർഗത്തിനടുത്തേക്ക് പോകുമ്പോൾ സ്വർഗം പറയുന്നു, ഈ ആരാധന ഏറ്റവും നല്ല ഒരാരാധനയായതുകൊണ്ടാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാരാധനയായതുകൊണ്ടാണല്ലോ സ്വർഗത്തിന് ഈ ആരാധന നിർവഹിക്കുന്നവർക്ക് മാത്രം പ്രവേശിക്കാനുള്ള ഒരു കവാടം റയ്യാൻ എന്ന പേരിൽ ഉള്ളത്. ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ആ കവാടത്തിലൂടെ താങ്കൾക്ക് പ്രവേശിക്കണമെങ്കിൽ താങ്കളുടെ ഹൃദയം കൊണ്ടുകൂടി നോമ്പ് നിൽക്കുക എന്ന് മനുഷ്യനോട് സ്വർഗം പറയുകയാണ്. നിന്റെ നീചമായ താഴ്ന്ന നിലയിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും മോശമായ ആഗ്രഹങ്ങളൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് നീ അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട്, പരലോകത്തെ മാത്രം ഓർത്തുകൊണ്ട്, ആ സ്മരണയിൽ മാത്രം മുഴുകിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ സദാസമയം കഴിച്ചു കൂട്ടുക. ഒരു വേള ഇന്നത്തെ വൈകുന്നേരം എന്തൊക്കെയാണ് ഞാൻ വിഭവങ്ങൾ ഒരുക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അയാൾക്ക് ആ നോമ്പ് നഷ്ടപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാന്ത്രികമായ ഒരു പതിവാക്കുകയല്ല നോമ്പ് നാം ചെയ്യേണ്ടത്, മറിച്ച് ജീവസുറ്റ ഹൃദയങ്ങളെ നന്നാക്കുന്ന, ജീവിതത്തെ നന്നാക്കുന്ന ഒരു ആരാധനയാക്കി ഇതിനെ മാറ്റുകയാണ് വേണ്ടത്. ആ അർത്ഥത്തിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നാം നേടിയെടുക്കുന്ന ഈ പരിശീലനം, ആ പരിശ്രമത്തിനുള്ള പ്രതിഫലമായി കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യ ആനന്ദമായിരിക്കും, നിത്യ സ്വർഗമായിരിക്കും. അല്ലാഹു ആ സ്വർഗം ലഭിക്കുന്ന റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.